ട്രെയിനിന്റെ പ്രത്യേകത. എന്റെ ട്രെയിനിനെ പറ്റി പറയുമ്പോൾ അതിവേഗം ബഹുദൂരം. വളരെയധികം നന്ദി. മറ്റൊരു വ്യക്തി ആന്റണി സാറാണ്. ആന്റണി സാർ, എന്താണ് താങ്കളുടെ ട്രെയിനിന്റെ പ്രത്യേകത? വളരെ പൈശാചികവും വളരെ മൃഗീയമായിട്ട് പറയുകയാണെങ്കിൽ വളരെ സാവധാനത്തിൽ പോകുന്ന ഒരു ട്രെയിനാണ് എന്റെ ട്രെയിൻ. മറ്റൊരു വ്യക്തി സിനിമാ രംഗത്ത് നിന്നുമാണ്, മാളാരവിന്ദൻ. മാളാരവിന്ദൻ ട്രെയിൻ എങ്ങനെ പോകും നമുക്ക് ചോദിക്കാം. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. 2 പ്രശസ്ത സിനിമാ നടന്മാർക്ക് മാരകമായ രോഗം പിടിപെട്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, അവരുടെ ശബ്ദം മറ്റൊരു ശബ്ദമായി മാറുന്നു എന്നതാണ്. ആദ്യമായി ഈ രോഗം കണ്ടെത്തിയത് നമ്മുടെ നരേന്ദ്രപ്രസാദിലാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം ഒരു സ്കൂട്ടറിന്റെ ശബ്ദമായി മാറുകയാണ്. ചാത്തനും മാറനും മറതിമുള്ള തറവാട അവന്മാരവിടെ വരും. രണ്ടാമതായി ഈ രോഗം കണ്ടെത്തിയത് നമ്മുടെ ലാലുലക്സിലാണ്. ലാലുലക്സിന്റെ ശബ്ദം ഒരു തവളയുടെ ശബ്ദമായി മാറുന്നു എന്നതാണ്. വാട്ട് നോൺസെൻസ് ആർ ടോക്കിംഗ് മിസ്റ്റർ ചന്ദ്രഹാസൻ. ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ ഈ രോഗത്തിന് പറയുന്ന വിധം നെല്ലിയാമ്പതി ഹെയർലോലിക്ക് നൊട്ടോലിക്കാണ്. സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഒരു പ്രമുഖ വ്യക്തിയുണ്ട്. കഴിഞ്ഞ വർഷം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മിമിക്രി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ തൃശൂർ സ്വദേശി സണ്ണിയാണ്. സണ്ണി, എന്താണ് താങ്കൾ അന്ന് അവിടെ ചെയ്തത്? ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് വ്യക്തമാക്കാമോ? ഞാനവിടെ ആദ്യം ചെയ്ത് ഇടയ്ക്കയുടെ ശബ്ദമാണ്. പിന്നെ ചെയ്തത് മൃദംഗത്തിന്റെ ശബ്ദം. പിന്നെ ഞാൻ ചെയ്തത് ഒരു തേങ്ങ രാകുന്ന ശബ്ദമാണ്. പിന്നെ ചെറിയൊരു ആട്ടുംകുട്ടി. ഈ ആട് കുറച്ചുകൂടെ വലുതായപ്പോഴുള്ള ശബ്ദം. ഈ ആട് ഒരു കല്യാണപ്രായം എത്തിയപ്പോ അതിന്റെ ശബ്ദം എങ്ങനെയാണ്? ഈ ശബ്ദത്തിൽ നിന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ശബ്ദം ഞാൻ അനുകരിക്കാം. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. പണ്ടൊക്കെ പിള്ളേര് മമ്മി നമസ്കാരം. അടുത്തതായി മറ്റൊരു വാർത്തയിലേക്ക്. കാലിക്കറ്റ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ബീസോൺ കലോത്സവം നടക്കുന്നു. ബീസോൺ കലോത്സവ നഗരിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി കൊച്ചുപ്രേമൻ ലൈനിലുണ്ട്. കൊച്ചുപ്രേമന്, എന്താണ് അവിടുത്തെ അവസ്ഥ? ഞാനിപ്പം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലാണ് കേട്ടോ. 148 പോയിന്റ് മതി ഫാറൂഖ് കോളേജാണ് മുന്നിട്ട് നിൽക്കുന്നത് കേട്ടോ. ഇപ്പോ വേദിയിൽ ഒരു പയ്യന്റെ മിമിക്രി മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മിമിക്രി മത്സരം ഒന്ന് കണ്ടുകളയാം. അതുമായ സുകുമാർ അഴീക്കോട്. പലരും പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സച്ചിൻ 1 പോയി, ഗാംഗുലി 2 പോയി എന്നുള്ളതൊക്കെ. ഇതൊക്കെ കളിക്ക് ശേഷമായി കൂടെ എനിക്ക് പറയാനുള്ളത്. അതെ, KP ഉമ്മർ. വിലാസിനി, നീ അങ്ങ് വളർന്നു പോയല്ലോടി. അക്കാണതാണ് പുത്തൂരം തറവാട്. നീ എന്നോട് സഹകരിച്ചാൽ നിനക്ക് ആനയെ വാങ്ങിച്ചിരും, ചേനയെ വാങ്ങിച്ചിരും. മറിച്ചാണെങ്കിൽ ഭേളോത്സവം ചെയ്തു കളയും. അതെ, ഇന്ദ്രജിത്ത്. 10-25 കൊല്ലമായില്ലേ പിള്ളേച്ച സർവീസ് കയറിയിട്ട്? ഇങ്ങനെയാണ് ഒരു പ്രത്യേക ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇങ്ങോട്ട് മാറി നില്ലടാ. കൊള്ളാം, മീശമാധവൻ. പക്ഷെ നാളെ കാണുമ്പോഴല്ലോ ക്ലീൻ ഷേവ് ആയിരിക്കണം. അടുത്ത തിലകൻ. എന്താണ് മിസ്റ്റർ ഇന്ദുചൂടൻ താങ്കളുടെ ഫ്യൂച്ചർ പ്ലാൻ? എനിക്കറിയാം, ഭൂമിയുടെ ആഗോള സ്പന്ദനം മാത്തമാറ്റിക്സിലാ. അടുത്തായി നെടുമുടി. തിലകണ്ട, അവളെന്നെ തല്ലി. കീരപായുടെ കീറാത്ത മൂലിൽ കിടത്തിയ ഞാൻ അവളെ വളർത്തിയത്, എന്നിട്ടും അവളെന്നെ തല്ലി. അടുത്തായി പ്രേം നസീർ. സൗദാമിനി, അമ്മാവ, വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയ നിന്റെ രാജേട്ടനാണ് ഞാൻ സൗദാമിനി. സൗദാമിനി, നമുക്ക് നമ്മുടെ അമ്മയുടെ അടുത്തേക്ക് പോകുന്ന സൗദാമിനി. ഇതോടുകൂടി ന്യൂസ് ഇവിടെ അവസാനിച്ചു. നന്ദി, നമസ്കാരം.